കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിനകത്ത് കയറി മുസ്ലിം ലീഗ് നേതാവ് അനധികൃതമായി വോട്ടർ പട്ടികയുടെ പകർപ്പെടുത്തു. മുസ്ലിം ലീഗ് നേതാവ് ഓഫീസിനകത്ത് കയറി നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വോട്ടർ പട്ടികയുടെ പകർപ്പ് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാതെ ചില ഉദ്യോഗസ്ഥർ മുസ്ലിം ലീഗിന് മാത്രമായി പട്ടിക നൽകി ക്രമക്കേട് നടത്താൻ ഒത്താശ ചെയ്യുന്നതായും പരാതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് CPIM ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പട്ടികയുടെ പകർപ്പ് അച്ചടിച്ച് കിട്ടിയില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത്. അതേസമയം മുസ്ലിം ലീഗ് മണ്ഡലം നേതാവ് MB ജാഫർ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നഗരസഭാ ഓഫീസിനകത്ത് കയറി നേരിട്ട് വോട്ടർ പട്ടികയുടെ പകർപ്പെടുത്തു. ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ നഗരസഭാ ഓഫീസിനകത്ത് കയറി മുസ്ലിം ലീഗ് നേതാവ് കൈകാര്യം ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തെത്തി. UDF-നായി നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായങ്ങൾ ചെയ്യുകയാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രിൻ്റ് കോപ്പി ഞങ്ങൾക്ക് തരും എന്ന നിലയിലുള്ള വിശദീകരണമാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പ്രിൻ്റ് കോപ്പി ലഭ്യമാകുന്നതിന് വേണ്ടി നഗരസഭ അധികൃതരെ ബന്ധപ്പെടുന്ന ഘട്ടമാകുമ്പോൾ ആ സമയമാകുമ്പോൾ വൈകുന്നേരത്തോടു കൂടി അത് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നും പ്രിൻ്റ് ചെയ്യുന്നതുവരെ കാത്തു നിൽക്കണമെന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും UDF ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേട് നടത്തിയതായി ആക്ഷേപമുയർന്നിരുന്നു. നഗരസഭാ കാര്യാലയത്തിനകത്ത് ജീവനക്കാർ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഒരു രാഷ്ട്രീയ നേതാവിന് കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ ഇതിൽ കർശനമായ നിലപാട് സ്വീകരിക്കണം ആ ഉദ്യോഗസ്ഥനെതിരെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ ഈ വോട്ട് ചേർക്കലിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ലീഗിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വാർഡുകളിലേക്ക് അയൽ വാർഡുകളിൽ നിന്നും അവർക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ നിന്നും വോട്ടുകൾ വല്ലാത്ത നിലയിൽ ചേർക്കുന്ന വിരുദ്ധമായി ചേർക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വോട്ട് ചേർത്തതിൻ്റെ ഒരു പാറ്റേണൊക്കെ എടുക്കുമ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശ ഈ വിഷയത്തിലെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. സംഭവത്തിൽ വഴിവിട്ട സഹായം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട CPIM നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.